ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1 kg ടോൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 5 ഇഞ്ച് കേക്കിൽ ഞാൻ ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് 4 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള ലെയർ നമുക്ക് കിട്ടും, 4 ലെയറായിട്ട് കിട്ടാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലെയറും കിട്ടും, പിന്നെ കാണാൻ നല്ലൊരു കേക്ക് റെഡിയായി വരും, നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ ഇതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 ഇഞ്ച് കേക്കിന് 2 വട്ടമാണ് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലും അധികം ലെയർ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ വെയിറ്റ് കൂടി പോകാൻ ചാൻസ്, ക്രീം എല്ലാം കൂടെ വരുമ്പോൾ ഗനാഷ് വരുമ്പോൾ വെയിറ്റ് എക്സ്ട്രാ ആവുന്ന ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ക്രീമിനകത്തും ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത് കൊടുക്കുക, ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വേണം എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, 1:2 റേഷ്യോയിൽ വേണം വെക്കാനായിട്ട്. 2 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒഴിച്ച് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അല്ല അഥവാ നിങ്ങൾക്ക് ട്രഫിൾ ഉണ്ടാക്കണമെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. 3 കപ്പ് ചോക്ലേറ്റ് എടുക്കണം, അപ്പോൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ. 3 കപ്പ് ചോക്ലേറ്റ് എടുക്കുക. അതിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് 1 കപ്പ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എന്താണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ട്രഫിളായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ലെയറും ഞാൻ കൂട്ടത്തിൽ ക്രം കോട്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കറിയാൻ പറ്റും നമ്മുടെ കേക്ക് നേരെയാണോ പോകുന്നില്ലയോന്ന്. അപ്പോൾ എൻ്റെ കേക്ക് ഇച്ചിരി ചരിഞ്ഞായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ അത് നേരെ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫിനിഷിങ് ചെയ്ത് പോകുമ്പോൾ അറിയത്തില്ല. പക്ഷേ ലാസ്റ്റ് ഞാൻ എല്ലാം റെഡിയാക്കി എന്നുവെച്ചാൽ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ, അത് ഇച്ചിരി ചരിഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അന്നേരം നമുക്ക് നേരെയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്കൊരു അരമണിക്കൂറത്തേക്ക് സമയം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട്. എന്തായാലും ക്രം കോട്ട് ചെയ്തിട്ട് മസ്റ്റായിട്ട് നിങ്ങളാണെങ്കിൽ ഒരു 10-15 മിനിറ്റത്തേക്ക് വേണമെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണം കേട്ടോ. അതിന് ശേഷമേ ഫൈനൽ കോട്ട് ചെയ്യാവുള്ളൂ. ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ലുക്ക് വരും, നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടാൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് കസ്റ്റമൈസ് കേക്ക് അത് കേട്ടോ. അതൊക്കെ കസ്റ്റമർ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. താഴെ വെച്ച് ഡാർക്ക് കളർ, മേളിച്ച് ലൈറ്റ്, അതിന് മേളിൽ വെള്ള ക്രീം കൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് കളർ ചെയ്യാനായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ക്രീമിൽ കുറച്ച് ഗനാശ ഉണ്ടായിരുന്നല്ലോ, ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഗനാശയാണെങ്കിൽ നമ്മളാണെങ്കിൽ പെലറ്റ് നൈഫിനകത്തും തേച്ച് കൊടുത്തിട്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്ക്രാപ്പർ കൊണ്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് താഴെ ഒരു ഡാർക്ക് ലുക്ക് കിട്ടും. പിന്നെ സൈഡിലൊക്കെ ഒരു കുറച്ച് ഗനാശ ഞാൻ ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസറ്റ ഗനാശുള്ള ക്രീം കൊണ്ട് റോസറ്റ വൈറ്റും പിന്നെ ഗനാശുള്ള ക്രീമും കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ കേക്കിൻ്റെ ലുക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. നിങ്ങൾ ലാസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നുപോകും. പ്ലീസ് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമാണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.